അസ്സലാമലൈക്കും കുട്ടികളെ, എവിടെ ഇപ്പം നിങ്ങൾ? ഒന്നാര കുട്ടികളെ, നിങ്ങൾക്ക് കേൾക്കണ വിഷയം. മത്തനിൻ്റെ വള്ളി ഇങ്ങനെ ഉണ്ടാകുക, മത്തൻ്റെ ഇല എങ്ങനെ നുള്ളുക, വള്ളി ഇങ്ങനെ ഉണ്ടാകുക, ഇമന്ന് മത്തൻ്റെ ഇല എങ്ങനെ ഉള്ളുക, മത്തൻ ഒറ്റൊന്നും പിടിച്ചൂല. ചെറിയ ചെറിയ കുഞ്ഞു പുകലുണ്ടായിങ്ങാണ്ട് അതങ്ങനെ ചാടിപ്പോവുക. എന്താ അപ്പം ഇത് ഇങ്ങനെ മനസ്സ് പൊറുതിയേടായിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കണില്ല. ഇടയിലായാലൊക്കെ കയറ്റി ഞാനും ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കിയിരുന്നു. അപ്പം കണ്ടിക്കണ് ഓല മുറ്റത്തേക്ക് ഒരൊച്ച കേട്ട് കാരണം നോക്കുമ്പോൾ അറിഞ്ഞു നോക്കടി ഒരു മത്തനാണ് കാരണം കെടുമ്പുണ്ടെന്നാ തോന്നണ് കാരണം ഞാൻ ഇഞ്ചേരിയത്ത് കൊടുന്നത് ഞാൻ നോക്കിയപ്പോൾ ഏതായാലും മത്തന് ഉള്ളിൽ തന്നെ മത്തൻ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ ഒരു തലക്ക്. ഏതായാലും ഒരു തലക്കെന്നൊക്കെ ഒരു കെടുമ്പിൻ്റെ തലക്കെന്നൊക്കെ 2 തേര ഒരു മുറി കിട്ടിയതാണിത്. ഇത് നോക്കുമ്പോഴാണെങ്കിൽ എല്ലാ ചുവപ്പും പൊടിയും മധുരവും കാണുമ്പോൾ തന്നെ നമുക്ക് അതുകൊണ്ടൊരു മത്തൻ പായസം അല്ലെങ്കിൽ മത്തൻ കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുക കേട്ടോ. ഏതായാലും ഞാൻ പീടിയെന്ന് പറഞ്ഞു ഒരു ലേശം പോരുമ്പോൾ തേര ചക്കര ഉണ്ടീ ഒരു തേര പൊടി വാങ്ങി പോരും പറഞ്ഞു. ഈ മനസ്സം കരുതി കാണണമെങ്കിൽ മത്തൻ നല്ലൊരു ജോറായി ഉണ്ടാക്കും, നല്ലൊരു മത്തനേക്കാരം നോക്കിയേക്കാരം. ഇതാണെങ്കിൽ ഒരു നുള്ളുള്ളൂ, അയൽവാസിയൊക്കെ കൊടുക്കാനും കൂടി ഇല്ല. എന്നാലും ഇപ്പോൾ കണ്ടോക്ക് ഇപ്പോൾ ഒരു തുള്ളി കൊടുക്കണമല്ലോ. അങ്ങനെ ഏതായാലും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ വല്ല പുറപ്പാടാണ് കുട്ടികളെ. ഇതില്ലതാണെങ്കിൽ കടിച്ചു നോക്കുമ്പോൾ ചൊരയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നല്ല മധുരമുണ്ട് ബാക്കി കിട്ടിയത്. ഇനി അതുകൊണ്ട് ഞാനൊരു ചക്കര മത്തൻ വെക്കട്ടെ. ഇതിക്ക് പാര വരുന്ന ചോൽക്കൊക്കെ കിട്ടും ചിജും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എന്തൊക്കെ ഞങ്ങളൊക്കെ വർത്താനം. ഏതായാലും ചക്കര മത്തൻ നിങ്ങൾ ഓർത്തണോണ്ടി, പ്രാർത്ഥിച്ചുകൊണ്ടി കേടൊന്നും ഇല്ലാതെക്കാനും. ഞങ്ങൾക്ക് ചോറൊക്കെ ഉള്ളതല്ലേ, മധുരമൊന്നും പറ്റൂലല്ലോ. എന്നാലും ഇപ്പോൾ ഇത് നടാടുണ്ടായത് ഇപ്പോൾ വെക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടില്ല ഏർപ്പാടാണ്.